ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 26 ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 386 നാമം ഷഡംഗദേവതായുക്ത. ഷഡംഗദേവത 6 അംഗങ്ങളുള്ള 6 കൈകളുള്ളവൾ എന്നർത്ഥത്തിൽ ഷഡംഗദേവത എന്ന് ദേവിയെ വിളിക്കാം. ഇതുകൂടാതെ ദേവിയുടെ 6 ഭാഗങ്ങളും, അതായത് ഹൃദയം, ശിരസ്, യുദ്ധവസ്ത്രം, കണ്ണുകൾ, തലമുടി, അസ്ത്രങ്ങൾ, ഇവയെല്ലാം തന്നെ ദൈവികമായി സങ്കല്പിച്ചുകൊണ്ട് ദേവതമാരായി കണ്ടുകൊണ്ട് ആരാധിക്കുന്നു എന്നും പറയുന്നു. ഇനി വേദിക് ട്രഡീഷൻ്റെ ഭാഗമാണ് ഷഡംഗന്യാസ. ഒരു മന്ത്രോച്ചാരണം നടത്തുന്ന സമയത്ത് മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ ഒരു ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് ശരീരത്തിലെ ഒരു ഭാഗം തൊട്ട് ആ ശരീരത്തിലേക്ക് ആ ദൈവിക ചൈതന്യം ആവാഹിക്കുന്നതായി സങ്കല്പിക്കുക. ശിരസ്, ഭ്രൂമധ്യം, മാറിടം, കൈകാലുകൾ 6 ഭാഗങ്ങളിൽ തൊട്ട് അവിടേക്ക് ആ ചൈതന്യം ആവാഹിക്കുന്നതായി സങ്കല്പിക്കുന്നതിനെയാണ് ഷഡംഗന്യാസ എന്ന് പറയുക. ഇപ്രകാരം 6 അംഗങ്ങളിലും കുടിയിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ദേവിയെ ഷഡംഗ ദേവത ആയുക്ത എന്ന് വിളിക്കാം. ഇതുകൂടാതെ വേദങ്ങൾക്ക് 6 ഭാഗങ്ങളുണ്ട് എന്നും ആ 6 ഭാഗങ്ങൾക്കും ഓരോ ദേവതമാർ അധിപതികളായി ഉണ്ട് എന്നും ഈ ദേവതമാരെല്ലാം തന്നെ ദേവിയുടെ സേവകരാണ്, ദേവിയെ പൂജിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലും ഷഡംഗ ദേവത ആയുക്ത എന്ന് വിളിക്കുന്നു. 387 നാമമാണ് ഷഡ്ഗുണ്യ പരിപൂരിത. ഷഡ്ഗുണങ്ങൾ 6 ഗുണങ്ങളായി പറയുന്നത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. വൈരാഗ്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കാനുള്ള, ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനുള്ള കഴിവിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഈ 6 ഗുണങ്ങളുള്ളവരെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് വിളിക്കുന്നത്. ഭഗം എന്ന് പറയുന്നത് ഈ 6 ഗുണങ്ങളെയാണ്. ഇവയുള്ളവരാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി. അപ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും ഷഡ്ഗുണങ്ങളും നിറഞ്ഞവൾ എന്നർത്ഥത്തിൽ ഷഡ്ഗുണ്യ പരിപൂരിത എന്ന് ശ്രീലളിതാ ത്രിപുരസുന്ദരിയെ വിളിക്കുന്നു. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 388 നാമം നിത്യക്ലിന്ന. നിത്യക്ലിന്ന ഒരു നിത്യദേവതയാണ്. ആരാണ് നിത്യദേവതമാർ? ചന്ദ്രൻ്റെ 16 ഘട്ടങ്ങൾ, ദശകൾ അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെയും വികാരങ്ങളെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ് വിശ്വാസം. അമാവാസി മുതൽ പൂർണ്ണചന്ദ്രൻ വരെ, പൂർണ്ണചന്ദ്രൻ തൊട്ട് തിരിച്ചിങ്ങോട്ടും, ഇവയാണ് ചന്ദ്രൻ്റെ 16 ഘട്ടങ്ങളായി പറയുന്നത്. ഈ ഓരോ ഘട്ടത്തിനും അല്ലെങ്കിൽ കലയ്ക്കും അധിപതിയായി ഒരു ദേവതയുണ്ടെന്നും ആ ദേവതമാരെയാണ് നിത്യദേവതമാർ എന്ന് തന്ത്രവിധിയിൽ പറയുന്നത്. നിത്യദേവതമാരുടെ ആരാധന മനുഷ്യൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായകമാണ് എന്നും തന്ത്രവിധിയിൽ വിശ്വസിക്കുന്നു. ചന്ദ്രൻ്റെ ആദ്യത്തെ കലയായി പറയുന്നത് അമൃതകലയാണ്. അമൃതകലയുടെ അധിപതിയാണ് മഹാത്രിപുരസുന്ദരി. ശ്രീലളിതാ ത്രിപുരസുന്ദരി അധിപതിയായ അമൃതകല സാധാരണക്കാരന് ദർശിക്കാനാവുന്നതല്ല. പിന്നീടുള്ള 15 കലകളും നമുക്ക് കാണാനാകുന്നതാണ്. ഈ 15 നിത്യദേവതമാരും ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ വിവിധ ഭാവങ്ങളാണ്, അല്ലെങ്കിൽ അവർ ദേവിയുടെ സേവകരാണ് എന്നും വിശ്വസിക്കുന്നു. 15 കലകളും ചേർന്ന് അല്ലെങ്കിൽ 15 നിത്യദേവതമാർ ചേർന്ന് ശ്രീലളിതാ ത്രിപുരസുന്ദരി എന്ന പൂർണ്ണചന്ദ്രൻ രൂപപ്പെടുന്നു എന്നാണ് തന്ത്രവിധിയിലെ വിശ്വാസം. 15 നിത്യദേവതമാർ ഇവരൊക്കെയാണ്. ആദ്യത്തേത് ശ്രീലളിതാ ത്രിപുരസുന്ദരി, കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, മഹാവജ്രേശ്വരി, വഹ്നിവാസിനി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നിലാപതിക, വിജയ, സർവമംഗള, ജ്വാലാമാലിനി,
ചിദ്രൂപ എന്നിവർ. നിത്യക്ലിന്ന എന്ന നാമമാണ് 388 നാമമായി പരാമർശിച്ചിട്ടുള്ളത്. ക്ലിന്ന എന്ന വാക്കിനർത്ഥം ആർദ്രം. നിത്യക്ലിന്ന എന്നാൽ സദാ ആർദ്ര രൂപത്തിലിരിക്കുന്നവൾ എന്ന് അർത്ഥം. ദേവിയുടെ 389 നാമം നിരുപമ. ഉപമിക്കാനാവാത്തവൾ. മറ്റൊന്നിനോടും ദേവിയുടെ ചൈതന്യത്തെ ഉപമിക്കുക സാധ്യമല്ല. മറ്റാരോടും ദേവിയുടെ ശക്തിയെ ഉപമിക്കുക സാധ്യമല്ല. അതിനാൽ ദേവിയെ നിരുപമ എന്ന് വിളിക്കുന്നു. നാമം 390. നിർവാണ സുഖദായിനി. നിർവാണം എന്നാൽ മോക്ഷത്തിൻ്റെയും മുക്തിയുടെയും ഒരു പര്യായമാണ്. മോക്ഷപദം പോകുന്നതിലൂടെ പരിപൂർണമായ ശാന്തതയും പരമമായ ആനന്ദവും ആസക്തികളിൽ നിന്നുള്ള മോചനവും കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനവും ഒക്കെ ലഭിക്കുന്നു എന്നാണ് ഭാരതീയ തത്വചിന്താപരമായിട്ടുള്ള വിശ്വാസം. ആ നിർവാണാവസ്ഥ ഭക്തന് നൽകാൻ കെൽപ്പുള്ളവളാണ് ശ്രീ ലളിത ത്രിപുരസുന്ദരി എന്ന വിശ്വാസം. അതിനാൽ ദേവിയെ നിർവാണ സുഖദായിനി എന്ന് വിളിക്കുന്നു. നാമം 391. നിത്യഷോഡാശികാരൂപ. 16 നിത്യദേവതമാരും ദേവിയുടെ വിവിധ ഭാവങ്ങളാണ്. നിത്യദേവതമാരുടെ രൂപത്തിലിരിക്കുന്നവൾ നിത്യ ഷോഡാശികാരൂപ. എല്ലായ്പ്പോഴും നിലനിൽക്കുന്നവൾ, പൂർണ്ണയായവൾ എന്നൊരർത്ഥവും ഈ നാമത്തിനുണ്ട്. നാമം 392. ശ്രീകണ്ഠാർദ്ധ ശരീരിണി. അർദ്ധനാരീശ്വര ഭാവത്തെ പറ്റിയാണ് ഇവിടെ പരാമർശം. പ്രകൃതി പുരുഷ ഏകത്വമാണ് അർദ്ധനാരീശ്വര സങ്കല്പം വഴി ഭാരതീയ തത്വചിന്ത മുന്നോട്ട് വയ്ക്കുന്നത്. അർദ്ധനാരീശ്വര രൂപത്തിൽ ശ്രീകണ്ഠൻ്റെ, ശിവഭഗവാന്റെ ശരീരത്തിൻ്റെ പാതിയായവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ ശ്രീകണ്ഠാർദ്ധ ശരീരിണി എന്ന് വിളിക്കുന്നു. 393 നാമം പ്രഭാവതി. അഷ്ടൈശ്വര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഷ്ടൈശ്വര്യങ്ങളാണ് അനിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്ന് പറയുന്നത്. ഈ അഷ്ടൈശ്വര്യങ്ങളും നിറഞ്ഞവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ പ്രഭാവതി, ഐശ്വര്യം നിറഞ്ഞവൾ അല്ലെങ്കിൽ പ്രകാശം പരത്തുന്നവൾ എന്ന അർത്ഥത്തിലും ദേവിയെ പ്രഭാവതി എന്ന് വിളിക്കുന്നു. 394 നാമം പ്രഭാരൂപ. ദേവി പ്രകാശം രൂപമെടുത്തതാവുന്നു. ദേവി എന്ന് പറയുന്നത് ഒരു ശരീരമല്ല, ഒരു ചൈതന്യമാണ്, ചൈതന്യരൂപിയാണ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ചൈതന്യം പലപ്പോഴും ഒരു പ്രകാശമായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ദേവിയെ പ്രഭാരൂപ എന്ന് വിളിക്കുന്നു. 395 നാമം പ്രസിദ്ധ. 14 ലോകങ്ങളിലും പ്രസിദ്ധയായവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ പ്രസിദ്ധ എന്ന് വിളിക്കുന്നു. 396 നാമം പരമേശ്വരി. ദുർഗാദേവിയുടെ മറ്റൊരു നാമമാണ് പരമേശ്വരി. പരമേശ്വരൻ്റെ പത്നി എന്ന അർത്ഥത്തിലും ദേവിയെ പരമേശ്വരി എന്ന് വിളിക്കാറുണ്ട്. 397 നാമം മൂലപ്രകൃതി. ഈ പ്രകൃതി പുരുഷ സങ്കല്പം സാഖ്യ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയ്ക്ക് കാരണമാകുന്ന സത്വ, രജോ, തമോ ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി എന്ന സങ്കല്പം. പുരുഷനാവട്ടെ ഇതിനെല്ലാം ആത്മാവാവുന്ന ഒരു കോൺഷ്യസ്നെസ്, ബോധം നൽകുന്ന ഒരു ഭാവമായിട്ടാണ് പുരുഷൻ എന്ന സങ്കല്പം ഈ സാഖ്യ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ആ സാഖ്യ സിസ്റ്റത്തിലെ പ്രകൃതിയാണ് ഈ മൂലപ്രകൃതി. എല്ലാത്തിനും അടിസ്ഥാനമായ, എല്ലാത്തിനും ആ രൂപം നൽകുന്ന പ്രകൃതി. ആ മൂലപ്രകൃതിയായി വർത്തിക്കുന്ന ശ്രീലളിത ത്രിപുരസുന്ദരി. നാമം 398 അവ്യക്ത. നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ശ്രീലളിത ത്രിപുരസുന്ദരിയിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേവി അവ്യക്തരൂപിയാണ്. ദേവിയുടെ പ്രഭാവത്തെപ്പറ്റി അവർക്ക് വർണ്ണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇനി അവ്യക്ത എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു ഭാവമാണ്, ഒരു രൂപമില്ലാത്തത്, പ്രകടമല്ലാത്തത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ പ്രകൃതിയുടെ ഒരു ഭാവം തന്നെയാണ് അവ്യക്തമായിരിക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിലും ദേവിയെ അവ്യക്ത എന്ന് വിളിക്കാം.
നാമം 399 വ്യക്ത അവ്യക്ത സ്വരൂപിണി. ദേവി സകല ചരാചരങ്ങൾക്കും ജീവൻ നൽകുന്നു. അവയിലെല്ലാം ദേവീ ചൈതന്യമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോ ജീവജാലവും ദേവിയുടെ ഒരു രൂപം തന്നെയാണ്. ആ രീതിയിൽ ദേവി വ്യക്ത സ്വരൂപിണിയാണ്. ദേവിയെ നമ്മൾ വ്യക്തമായി നമ്മുടെ മുന്നിൽ കാണുന്നു. അതേ ദേവി തന്നെ അവ്യക്ത സ്വരൂപിണിയാണ്. ദേവീ ചൈതന്യത്തെ പൂർണ്ണമായി ദർശിക്കുക സാധ്യമല്ല. നാമം 400 വ്യാപിനി. സകല ദിക്കിലും പ്രപഞ്ചത്തിലെ ഓരോ കോണിലും ഓരോ ജീവകണത്തിലും വ്യാപിച്ചിരിക്കുന്ന ദേവി ലളിതാ ത്രിപുര സുന്ദരിയെ വ്യാപിനി എന്നും വിളിക്കുന്നു. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 400 നാമങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. ബാക്കിയുള്ള നാമങ്ങൾ ഇനിയൊരു വീഡിയോയിൽ നോക്കാം. നന്ദി.